സ്കോർപിയോ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ആണ് ഇല്ലേച്ച ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ബട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഈ ബോൾഡ് ഡിസിഷൻ, ഈ ബോൾഡ് തീരുമാനം എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ആൻഡ് ഈ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് എന്തുകൊണ്ടാണെന്ന് ഇതും നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇത് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ഞാനിവിടെ കാണുന്നത് സ്കോർപിയോ വേൾഡ് എനർജിയാണ് വന്നിരിക്കുകയാണ്, ഓവറോൾ എനർജി ആയിട്ട്. നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യണോ, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ എന്തോ ഒരു സിറ്റുവേഷൻ ക്ലോസ് ഔട്ട് ആയ മാതിരി. എന്താണ് ഈ വേൾഡ് എനർജി? അപ്പോൾ 9 ഓഫ് സോഡ്സ്, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറേ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് രാത്രി ശരിക്കും ഉറക്കം ഉണ്ടായിരുന്നില്ല, കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആയിരുന്നു. എന്തായാലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ക്ലോസ് ഔട്ട് ആവാൻ പോകണു. നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കണോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ 2 ഓഫ് സോഡ്സ് ആണ്. അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർ പ്രാക്ടിക്കലും ഇമോഷണൽ ഡിസിഷൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂസ്ഡ് മാതിരിയാണ് കാണുന്നത്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അതുകൊണ്ട് അവർക്ക് ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേന്ന്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പേഴ്സണ് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല, ഇവിടെ എന്തോ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്, ഗിൽട്ടിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും അവർക്ക് എന്തിൻ്റെയോ ഒരു ഗിൽട്ട് ഉണ്ടാവും മേ ബി. എന്തായാലും ഞാൻ കറന്റ് സിറ്റുവേഷനിൽ കാണുന്നത് ഇവിടെ ഒരു ബ്രേക്കപ്പ് ആണ്. ആരോ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോണു. ഇമോഷണലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കണു. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട്, ഹെർമിറ്റ്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഞാൻ വേറെ ഒരു പേഴ്സണെയും കാണുന്നുണ്ട്, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ എന്താ ഉണ്ടായ പാസ്റ്റിൽ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. പാസ്റ്റിലൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജി, അതൊക്കെയാണ് കാണുന്നത്. പാസ്റ്റിൽ സിറ്റുവേഷൻ കുറേ റൊമാൻറ്റിക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളാണ് തേർഡ് പാർട്ടി വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഈ റൊമാൻസ് ഓഫീസിനായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, വർക്കിൻ്റെ ത്രൂ. പക്ഷേ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഫീലിങ്സ് ഇവർക്ക് വേണ്ടിയിട്ട് ടെമ്പറൻസ് ആണ്. നിങ്ങൾക്ക് ബാലൻസ് ആണ് വേണ്ടത്. ഈ സിറ്റുവേഷനിൽ ബാലൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഹീൽ ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി വരുന്നുണ്ട് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. കൺഫ്യൂസ്ഡ് അല്ല ഒട്ടും. പിന്നെ കുറേ ഒരു ബോർഡായ എനർജിയും ഉണ്ട് നിങ്ങളുടെ. അപ്പോൾ ഇവർ ഓഫർ ചെയ്യണത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവരെ ഓഫർ ചെയ്യണത് ഒരു നല്ല ഓഫർ അല്ല, പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറുള്ള ഓഫർ അല്ല ഇത്. മേ ബി അവരുടെ ഓഫർ ഒരു ടെമ്പററി റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവർ വെയിറ്റ് ചെയ്യണു. അതല്ല വെച്ചാൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വെയിറ്റ് ചെയ്യാൻ. 3 ഓഫ് വോൺസ്, അവരും ഇങ്ങനെ എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യണത്. മേ ബി അവർ വെയിറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു വെച്ചാൽ നിങ്ങൾ തിരിച്ചു വരും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങൾക്ക് ഫാമിലി വേണം, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം. ഈ പേഴ്സൺ ആ കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നാണ് കോൺഫ്ലിക്റ്റ് കാണുന്നത്. അവർക്ക് നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല. ഇവരുടെ ഇൻറ്റൻഷനിൽ എന്താ വെച്ചാൽ 5 of Wands ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവർ മാരീഡ് ആണ്, അവരുടെ കുട്ടികളുണ്ടാവും. അതുകൊണ്ടുമായിരിക്കാം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്യണു, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങളുടെ ലൈഫിൽ ഒരു വേറെ പേഴ്സൺ വരാനുള്ള ചാൻസസും ഉണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ തന്നെയാണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ക്ലാരിറ്റി നിങ്ങൾ പറയുണ്ടാവും ഇവരോട്, അത് ഒരു തീരുമാനം എടുക്കണം. അവർ തീരുമാനം എടുക്കാൻ റെഡി അല്ല വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കും. ആൻഡ് ഇവിടെ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ കുറേ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനും ആണ് നിങ്ങൾക്ക് വേണ്ടി. ഈ പേഴ്സൺ കുറേ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. പക്ഷെ അവർ ലെറ്റ് ഗോ ചെയ്യാൻ റെഡിയാണ്. എന്തോ അവർ ലെറ്റ് ഗോ ചെയ്യാൻ റെഡി ആയിട്ട് ഹീൽ ചെയ്യാൻ നോക്കണു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ബാലൻസ് ഇല്ല ഒട്ടും. കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ ഫിയർ, ആങ്സൈറ്റി ഉണ്ട്, സീക്രറ്റ്സ് ഉണ്ട്, ലവ് ഉണ്ട് രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അവർ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാനും തയ്യാറല്ല. അപ്പോൾ ഇവിടെ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ വന്നിട്ടുണ്ട്, യു ഡിസേർവ് ലവ് വന്നിട്ടുണ്ട്, ആൻഡ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ്ലി നിങ്ങൾ ഒരു ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവുന്നത്. റീസൺ അതിൻ്റെ ഇതാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ യെസ്ന്ന് എഴുതുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.